കോഴിക്കോട് വെസ്റ്റ് മാഹിയിൽ വെളിച്ചെണ്ണ മില്ലിന് തീപിടിച്ചു. ഇന്നലെ രാത്രി 10 മണിയോടെയാണ് തീപിടുത്തം ഉണ്ടായത്. തീപിടുത്തത്തിൽ മില്ലിലെ യന്ത്ര സാമഗ്രികളും ഇലക്ട്രോണിക് ഉപകരണങ്ങളും കത്തിനശിച്ചു. അവധി ദിവസമായതിനാൽ വൻ ദുരന്തം ഒഴിവായി. കൂടുതൽ വിവരങ്ങളുമായി രാകേഷ് ചേരുകയാണ്. രാകേഷ്, ഈ തീപിടുത്തത്തിൻ്റെ കാരണം എന്താണ് അറിയാനാവുന്നത്? എന്താണ് ഒരു നിഗമനം വരുന്നത്? എന്താണ്? ഇപ്പോഴും തീ അണയ്ക്കാനുള്ള ശ്രമങ്ങൾ തുടരുകയാണ്. ഞാനിപ്പോൾ ഉള്ളത് വെസ്റ്റിൽ മാഹിയിലാണ്. ഇന്നലെ ഏകദേശം രാത്രി 10 മണിയോടുകൂടിയാണ്. 10 ആയിട്ടുണ്ടാവും. എന്താണിത്? ഡ്രയറിന്ന് തീ പടരാണ്. അപ്പുറം ഉണക്കേണ്ട ഡ്രയർ ഉണ്ടല്ലോ, ഡ്രയർ ബാക്കിൽ നിന്നാണ് കത്തി വന്നത്. പിന്നെ മുന്നോട്ട് ഇങ്ങനെ വന്ന് വണ്ടി പൊട്ടിത്തെറിച്ച് കത്തിയിട്ട് ഡീസൽ ഉണ്ടാവുമല്ലോ, വണ്ടി പൊട്ടി അങ്ങനെയാണ് എനിക്ക് തോന്നുന്നത് ഫുള്ളായിട്ട് പെട്ടെന്ന് പിടിക്കാൻ കാരണം. വണ്ടി കത്തിയതിനെ കൊണ്ടാണ് തോന്നുന്നത്. ഏകദേശം എത്ര പണിക്കാർ ഇവിടെ പണിയെടുക്കുന്നുണ്ട്? ഒരു 10-30 പണിക്കാർ എടുക്കുന്നത്. ഇന്നലെ സൺഡേ ആയതുകൊണ്ടാണ് വലിയ അപകടം ഒഴിവായി. അല്ല എന്തെങ്കിലും സൺഡേ ആയതിനെ കൊണ്ടാണ് ഇത് അപകടം വന്നത്. അല്ലെങ്കിൽ ഫുൾ ടൈം വർക്കുള്ളതാണ് നമ്മളവിടെ. അപ്പോൾ ഞാൻ കാണില്ലോ. ഇതിപ്പോൾ ഒരു സെക്യൂരിറ്റി മാത്രമേ ഉള്ളൂ. സെക്യൂരിറ്റി കണ്ടിട്ടില്ലേ പെട്ടെന്ന്. പിന്നെ ഇത് കത്തി കഴിഞ്ഞാൽ നിൽക്കില്ലല്ലോ. ഈ പാക്കിംഗ് മെറ്റീരിയലൊക്കെ ഫുള്ള് പ്ലാസ്റ്റിക് ആയതിനെ കൊണ്ട് കത്തി കഴിഞ്ഞാൽ പടർന്നങ്ങോട്ട് പോകും. പിന്നെ അതിൻ്റെ തൊട്ടടുത്ത് തന്നെ ലോറി ഉണ്ടായതിനെ കൊണ്ട് നേരെ ലോറിയിലേക്ക് പിടിച്ചാൽ പിന്നെ പറയണ്ടല്ലോ. പെട്രോൾ ടാങ്ക് പൊട്ടി, ഡീസൽ ടാങ്ക് ഉണ്ടല്ലോ, അത് പൊട്ടിത്തെറിച്ചായിരിക്കുന്നതാണ്. പിന്നെ ഏകദേശം എത്ര കോടിയുടെ നഷ്ടം ഉണ്ടാവും? ഞങ്ങൾക്ക് ഒരു 3-4 ചെയർ എന്തായാലും ഉറപ്പായിട്ടുണ്ടാവും. അതിന് സാധനം ഇത് കൊപ്ര എണ്ണയായിട്ട് തന്നെ അത്ര പൈസ സ്റ്റോക്ക് ഉണ്ടോ നമ്മൾ. പിന്നെ മിഷനറികൾ ഫുള്ള് പോയല്ലോ. ഒറ്റ മിഷനറികൾ ഇനി ഉപയോഗിക്കാൻ കഴിയില്ല. ഇനി ഒന്നും തുടങ്ങണം ചുരുക്കി പറഞ്ഞാൽ. 14ഓളം ഫയർഫോഴ്സ് യൂണിറ്റുകൾ എത്തിയാണ്. ഇപ്പോഴും തീ അണയ്ക്കാനുള്ള ശ്രമം ഫയർഫോഴ്സ് യൂണിറ്റ് നടത്തിക്കൊണ്ടിരിക്കുകയാണ്. ഏകദേശം 3-4 കോടിയിലധികം രൂപയുടെ നാശനഷ്ടങ്ങളുണ്ടാകും. വെളിച്ചെണ്ണ ആയതുകൊണ്ട് തന്നെയാണ് ഇത്തരത്തിൽ വലിയ തരത്തിൽ തീ പടരുന്ന സാഹചര്യം ഉണ്ടായത്. ആദ്യം തന്നെ ഈ ഡ്രയറിന് സമീപത്ത് നിർത്തിയിട്ടിരുന്ന ഈ ഗോഡൗണിന് പുറത്ത് ഉണ്ടായിരുന്ന ലോറിയിലേക്കാണ് ഈ തീ പടർന്നത്. ഈ തീ പടർന്നതിന് ശേഷമാണ് പിന്നീട് വലിയ തരത്തിലുള്ള പൊട്ടിത്തെറി ഉണ്ടായത്. ഇപ്പോഴും തീ പൂർണ്ണമായി അണയ്ക്കാൻ കഴിഞ്ഞിട്ടില്ല. ഫയർഫോഴ്സ് തീ അണയ്ക്കാനുള്ള ശ്രമങ്ങൾ നടത്തുകയാണ്. കൊപ്ര, ഒപ്പം തന്നെ വെളിച്ചെണ്ണ, എളുപ്പത്തിൽ തീ പിടിക്കാവുന്ന വസ്തുക്കളാണ് ഇതിനകത്തുള്ളത് എന്നുള്ളത് കൊണ്ട് തന്നെയാണ് വലിയ അർത്ഥത്തിൽ തീ പടരുന്ന സാഹചര്യം ഉണ്ടായത്. ഫയർഫോഴ്സ് അത്രമാത്രം യൂണിറ്റുകൾ എത്തിയാണ് ഇപ്പോഴും തീ അണയ്ക്കാനുള്ള ശ്രമങ്ങളാണ് പുരോഗമിക്കുന്നത്.